നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. 2025 എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു സ്കില്ല് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ ഒരു സുഹൃത്ത് എങ്ങനെയാണ് എനിക്ക് ആളുകളോട് സംസാരിച്ച് തുടങ്ങാൻ മടിയാണ് എന്നും അതിനെന്താണ് പരിഹാരമെന്നുമൊക്കെ ആരാഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുകയും അദ്ദേഹത്തിന് നമ്മൾ കൊടുത്ത റിപ്ലൈ അനുസരിച്ച് അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം അത് വളരെ എഫക്റ്റീവായി അദ്ദേഹത്തിന് ഫലിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർത്തും കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ബേസിക് ആയതും എന്നാൽ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായി സംവദിക്കാൻ മടി തോന്നുകയും അതിന് തുടക്കം കുറിക്കാൻ പോലും പ്രയാസമുള്ള ആളുകൾക്കുള്ള തരത്തിലുള്ള വീഡിയോകളാണ്. എഫക്റ്റീവായി ഫലിച്ചു എന്ന് ആ സുഹൃത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് മടിയാണ്, എനിക്ക് ഷൈയാണ്, ലജ്ജയാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കാലത്ത് നാം എന്തെങ്കിലും പറഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറുപ്പകാലത്ത്, അതായത് 7 വയസ്സിന് മുന്നേ നമുക്ക് ലഭിച്ച ഏതെങ്കിലും ഒരു നെഗറ്റീവ് സ്ട്രോക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് നമുക്കൊന്നും ഇത് സംസാരിക്കാൻ കഴിയില്ല, അല്ല എങ്കിൽ നിന്റെ സംസാരം അത്ര ശരിയല്ല, നിന്റെ സംസാരം ബോറാണ് എന്ന രീതിയിലൊക്കെ ആരെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരു പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത്. അതിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നതാണ് ആദ്യമായി നാം ചെയ്യേണ്ടത്. അതിന് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിന് നേരത്തെ പറഞ്ഞ ടൂളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോസിറ്റീവ് അഫർമേഷൻ എന്നത്. അതായത് നാം നമ്മളോട് തന്നെ സ്ഥിരീകരണ വചനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആ നെഗറ്റീവ് ചിന്തയെ മാറ്റി പകരം കുറച്ച് പോസിറ്റീവ് ചിന്തകളെ നാം അതിൽ ബോധത്തോടു കൂടി നാം അതിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് ഈ പോസിറ്റീവ് അഫർമേഷൻ എന്ന്. അത് നമ്മുടെ ബ്രെയിനിൽ ഒരു പുതിയ ന്യൂറൽ പാത്വേ സൃഷ്ടിക്കുകയും അതുമൂലം നമ്മുടെ ചിന്തകളും ഒക്കെ മാറിക്കിട്ടാനും അത് സഹായിക്കും. അതുകൊണ്ട് ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് നാം നമ്മുടെ കണ്ണുകളിലേക്കും നമ്മുടെ ഈ ശരീരത്തിന്റെ ഈ ഭാഗത്തേക്കും നോക്കിക്കൊണ്ട് നാം പറയേണ്ട ചില വചനങ്ങൾ, എനിക്ക് എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും, എൻ്റെ സംസാരം മാധുര്യമുള്ളതും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ളതാണ്, എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന, ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ വളരെ ശ്രദ്ധയോടെയും ഒക്കെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, എന്നിലേക്ക് അവർ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ഡെയിലി ഒരു 21 ദിവസം നാം ഒരു കണ്ണാടിക്ക് മുന്നിൽ നോക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കുന്നതോടൊപ്പം നമ്മുടെ ഈ കണ്ണിന്റെ ഇടയിലുള്ള ഈ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായി 21 ദിവസം ഈ അഫർമേഷൻ നാം പല തവണകളിലായി നാം പറഞ്ഞാൽ, ആവർത്തിച്ച് റിപ്പീറ്റേറ്റീവായിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. നമുക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഈ മറ്റുള്ളവരുമായി സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന രീതിയിലുള്ള നമ്മുടെ ചിന്തകളെ മാറ്റി അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയും മറ്റുള്ളവർ സ്വീകരിക്കുകയും എൻ്റെ സംസാരത്തിലൂടെ മറ്റുള്ളവർ എന്നിലേക്ക് ആകർഷിക്കുമെന്നുമൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള ഈ ചിന്ത വിശ്വാസത്തോടു കൂടി നിങ്ങൾ 21 ദിവസം ചെയ്യുകയാണ് എങ്കിൽ സ്വാഭാവികമായും നിങ്ങളിൽ മാറ്റമുണ്ടാകും. അതോടൊപ്പം വിഷ്വലൈസേഷൻ, ഈ ടെക്നിക്കും വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. നാം ഒരാളുമായി സംസാരിക്കുന്നത് നമ്മുടെ മനക്കണ്ണിൽ കണ്ടുകൊണ്ട്, കൃത്യമായി ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈസിയായി സംസാരിക്കാൻ കഴിയുന്ന ഒരു വിഷയത്തെ മറ്റൊരാളുമായോ ഒരാൾക്കൂട്ടവുമായോ നാം സംസാരിക്കുന്നത് നാം മനസ്സിൽ കാണുക. അവർ പുഞ്ചിരിയോടുകൂടി ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ സംസാരം സ്വീകരിക്കുന്നതായിട്ടും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതായിട്ടും നമ്മുടെ ഐഡിയ കൃത്യമായി ക്ലാരിറ്റിയോടുകൂടി അവരിലേക്ക് പകർന്നു നൽകി
നൽകിയതായിട്ടുമൊക്കെ അതുമൂലം നമുക്ക് കിട്ടുന്ന സന്തോഷവുമൊക്കെ നാം അനുഭവിച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. ഈ രണ്ട് മെത്തേഡുകൾ നാം ഉപയോഗിക്കുന്നതോടൊപ്പം മൂന്നാമതായി നാം ചെയ്യേണ്ടത് പ്രാക്ടീസാണ്. പല രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ചെറിയ ആൾക്കൂട്ടങ്ങളെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മളുമായി ഏറ്റവും അടുത്തുള്ള ആളുകളോട് നാം കൃത്യമായി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിക്കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് 1 മിനിറ്റെങ്കിലും നാം സംസാരിക്കുക. നമ്മളിൽ പല ആളുകൾക്കും അവർ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന പേടിയാണ്. എന്നാൽ നമ്മളെ ആര് ജഡ്ജ് ചെയ്താലും നമുക്ക് പറയാനുള്ള കാര്യത്തെ ഭംഗിയായി ക്ലാരിറ്റിയോടുകൂടി അവരോട് പറയാനുള്ള ഒരു സ്കില്ല് നാം നേടിയെടുക്കുന്നതിന് വേണ്ടി നാം നിരന്തരമായി ആദ്യമൊക്കെ പരാജയപ്പെട്ടാലും നമ്മുടെ ശ്രമങ്ങളിൽ പരാജയപ്പെട്ടാലും നിരന്തരമായി ഡെയിലി പല വ്യത്യസ്തമായ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി 1 മിനിറ്റ് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നാം സംസാരിക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായും ഒരു 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ മാറ്റങ്ങൾ കണ്ടെത്താൻ കഴിയും. 21 ദിവസം നമ്മൾ ആ പ്രാക്ടീസ് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ 22ാമത്തെ ദിവസം നമ്മൾ അറിയാതെ ഈ ആളുകളുമായി നമുക്ക് കൃത്യമായി സംസാരിക്കാൻ കഴിയും. അതോടൊപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകളും നമ്മുടെ ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുകയും ആളുകളുമായി സംസാരിക്കുന്നതായി നമ്മൾ മനസ്സിൽ കണ്ട് കണ്ണാടിക്ക് മുമ്പിൽ നാം അഫർമേഷൻ ചെയ്യുമ്പോഴുമൊക്കെ നമ്മുടെ കൈയിൻ്റെ ചലനങ്ങളെ നാം കൃത്യമായി വീക്ഷിക്കുകയും നമ്മുടെ ഭാഷയ്ക്കും സംസാരത്തിനും വാക്യങ്ങൾക്കും അനുസൃതമായി നമ്മുടെ കൈകൾ ചലിപ്പിക്കാൻ നാം പരിശീലിക്കുകയും ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ചലനങ്ങൾ ഒഴിവാക്കി കാര്യപ്രധാനമായ ഭാഗങ്ങളിൽ നമുക്ക് കൃത്യമായി നമ്മുടെ കൈയും നമ്മുടെ ബോഡിയുമൊക്കെ കൃത്യമായി ഉപയോഗിക്കാൻ നാം പരിശീലിക്കുക. അങ്ങനെ പരിശീലിക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയുമാണ് നമ്മുടെ ഈ സ്കില്ല് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് വളരുകയും നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ നമ്മൾ പുറത്തു ചാടുകയും ചെയ്യും. ഇങ്ങനെ നാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിലൂടെ പിന്നീട് നാം ആളുകളോട് യഥാർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി നമുക്ക് പറയാനുള്ള കാര്യത്തെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു കഴിവ് 21 ദിവസം കൊണ്ട് നമുക്ക് നേടാൻ കഴിയും. ഒരു എക്സ്ട്രാ ടിപ്പ്, ഈ ടിപ്പാണ് അദ്ദേഹത്തെ കൂടുതൽ അഫർമേഷനും വിഷ്വലൈസേഷനും മൂലം അദ്ദേഹം കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കൂടുതൽ നന്ദി പറഞ്ഞത് ഈ ടിപ്പിനാണ്. നമ്മൾ വളരെ പ്ലസന്റ് ആയിക്കൊണ്ട് നല്ല മുഖത്തൊരു പുഞ്ചിരിയോടുകൂടി ആർക്കും അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജോടുകൂടി നാം ആളുകളെ ഫേസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അല്പം സംസാരം തുടങ്ങാൻ പ്രയാസമുണ്ട് എങ്കിൽ പോലും ആളുകൾ ഇങ്ങോട്ട് നമ്മൾ അപ്രോച്ചബിൾ ആണ്, നമ്മളെ സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്ന് സംസാരം തുടങ്ങുകയും നമുക്കതൊരു പ്രാക്ടീസ് എന്ന രീതിയിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിച്ച് തുടങ്ങാനും കഴിയും. അതുകൊണ്ട് ഡെയിലി അഫർമേഷൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ മനസ്സിന് മനസ്സിലാകുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അഫർമേഷൻ സെറ്റ് ചെയ്യുകയും മറ്റുള്ളവരുമായി സംസാരിക്കുന്നതായി നാം വിഷ്വലൈസ് ചെയ്യുകയും ആ സംസാരത്തിൽ നാം വിജയകരമായി പൂർത്തീകരിക്കുന്നതായി നാം മനസ്സിൽ കാണുകയും അതുമൂലം നമുക്ക് ലഭിക്കുന്ന അപ്രിസിയേഷൻസും അതുമൂലം നമുക്ക് ലഭിക്കുന്ന അഭിനന്ദനങ്ങളുമൊക്കെ നാം സ്വീകരിക്കുന്നതായി നാം മനസ്സിൽ കാണുകയും വിഷ്വലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. പിന്നീട് നാം നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസിനെ വളർത്തുകയും അതുമൂലം നാം ആളുകളോട് സംസാരിക്കുന്നത് കോൺഫിഡൻസോട് കൂടിയായിരിക്കുകയും ചെയ്യുക. അവസാനമായിട്ടുള്ള പ്രോ ടിപ്പ് നമ്മൾ പറഞ്ഞത് ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മുഖഭാവവും ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയും അതറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ എന്ന് നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ 2025 നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന എഫക്റ്റീവായിട്ട് നിർവഹിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൽ സ്കില്ല് നേടാൻ നമുക്ക് കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.